Coming to the management of congenital diaphragmatic hernia. The primary goals of management are minimizing the trauma to lungs, providing supportive care until pulmonary hypertension resolves, and surgical correction of the baby once stabilized. So, ഇത്രയാണ് primary goals. ഒന്ന് ലങ്ങിനുള്ള ഇഞ്ചുറി മാക്സിമം കുറയ്ക്കുക, പൾമണറി ഹൈപ്പർ ടെൻഷനെ ഒന്ന് ട്രീറ്റ് ചെയ്യുക, ആൻഡ് ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ കുറയുന്നത് വരെ സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് കൊടുക്കുക. കുട്ടിയുടെ പൾമണറി ഹൈപ്പർ ടെൻഷനൊക്കെ കുറഞ്ഞ് കുട്ടി സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ സർജിക്കൽ കറക്ഷൻ ചെയ്യുക. സോ ദീസ് ആർ ദ പ്രൈമറി ഗോൾസ് ഓഫ് CDH. മാനേജ്മെൻറ്റിൽ നമ്മൾ പല സ്റ്റേജസ് ആയിട്ടാണ് പറയുക. ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ സ്റ്റേജസ് ആയിട്ട് തന്നെ എഴുതണം. ഫസ്റ്റ് ഇസ് അബൌട്ട് പെരിനേറ്റൽ മാനേജ്മെൻറ്റ്. സോ പ്രസവത്തിന് മുമ്പും പ്രസവത്തിൻ്റെ ടൈമിലുമുള്ള മാനേജ്മെൻ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. സോ ഡ്യൂറിങ് ദ പെരിനേറ്റൽ മാനേജ്മെൻറ്റ് യു ഹാവ് ടു പ്രിവെൻറ്റ് പ്രീ ടേം ഡെലിവറി. സോ പലപ്പോഴും ഈ കുട്ടികൾക്ക് അമ്മമാർക്ക് പോളിഹൈഡ്രാമിനോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാവുന്ന കേസിൽ കുട്ടി ടേം എത്തുന്നതിന് മുമ്പ് ജനിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, വിച്ച് ഇസ് നോൺ ആസ് പ്രീ ടേം ഡെലിവറി. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രീ ടേം ഡെലിവറി ഒഴിവാക്കുകയാണ്. പ്രീ ടേം ഡെലിവറി സംഭവിക്കാനുള്ള കാരണം എന്താ? ഡ്യൂ ടു പോളിഹൈഡ്രാമിനോസ്. അപ്പോൾ പ്രീ ടേം ഡെലിവറി ഒഴിവാക്കാനായിട്ട് യു ഹാവ് ടു ഹാവ് എ ഏർലി ഡയഗ്നോസിസ്. സോ അമ്മയുടെ റുട്ടീൻ ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ നമ്മൾ ഈ പോളിഹൈഡ്രാമിനോസ് റൂൾ ഔട്ട് ചെയ്യണം. കുഞ്ഞ് ആശുപത്രിയിൽ മാനേജ് ചെയ്താൽ പോരാ, അമ്മേനെ റെഫർ ചെയ്യണം ടു എ ഹയർ പെരിനേറ്റൽ സെൻറ്റർ. ഒരു വലിയ ആശുപത്രിയിലേക്ക് അമ്മേനെ റെഫർ ചെയ്ത് ഈ വലിയ ആശുപത്രിയിലായിരിക്കണം അമ്മയുടെ ഫോളോ അപ്പ് നടത്താനായിട്ട്. ബെഡ് റെസ്റ്റ് ഇസ് അഡ്വൈസ്ഡ്. അപ്പോൾ ഈ പ്രീ ടേം ഡെലിവറി ഒഴിവാക്കാനായിട്ട് ബെഡ് റെസ്റ്റ് കൊടുക്കുക. പ്രീനേറ്റൽ സ്റ്റീറോയിഡ്സ് കൊടുക്കേണ്ടി വരും ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ഫീറ്റൽ ലങ് ഡെവലപ്മെൻറ്റ്. സോ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫാർമക്കോളജിയിൽ പഠിച്ചായിരുന്നു, ബീറ്റാ മെത്തസോണൊക്കെ കൊടുക്കുമ്പോൾ കുട്ടിയുടെ ലങ് ഡെവലപ്മെൻറ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. അഥവാ ഇനി പ്രീ ടേം ആയിട്ട് ജനിക്കുകയാണെങ്കിൽ പ്രോപ്പർ ലങ് ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാനായിട്ട് പ്രീനേറ്റൽ സ്റ്റീറോയിഡ്സ് കൊടുക്കണം. അതുപോലെ തന്നെ പ്രീ ടേം ലേബർ ഒഴിവാക്കാനായിട്ട് യു ഹാവ് ടു ഗിവ് മഗ്നീഷ്യം സൾഫേറ്റ് ഓർ ടെർബ്യൂട്ടാലിൻ ടു ദ മദർ ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ യൂട്രൈൻ ഇറിറ്റബിലിറ്റി ആൻഡ് റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് പ്രീ ടേം ലേബർ. ഇത്രയാണ് നമ്മൾ പെരിനേറ്റൽ മാനേജ്മെൻറ്റിൽ ചെയ്യുക. അപ്പോൾ പെരിനേറ്റൽ മാനേജ്മെൻറ്റിലെ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മളുടെ മേജർ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ടേം ഡെലിവറി ഒഴിവാക്കുകയാണ്. ഇവിടെ പ്രീ ടേം ഡെലിവറി ഉണ്ടാവാനുള്ള കാരണം ദർ ഇസ് പോളിഹൈഡ്രാമിനോസ്. അങ്ങനെ പോളിഹൈഡ്രാമിനോസ് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് എൻഹാൻസസ് ദ യൂട്രൈൻ ഇറിറ്റബിലിറ്റി വിച്ച് മെ ലീഡ് ടു എ പ്രീടേം ലേബർ. ഇത് ഒഴിവാക്കാനായിട്ട് ഏർലി ഡയഗ്നോസിസ് മസ്റ്റാണ്. ഇത് ഡയഗ്നോസ് ആയി കഴിയുമ്പോൾ അമ്മേനെ ഒരു ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുക, ബെഡ് റെസ്റ്റ് കൊടുക്കുക, സ്റ്റീറോയിഡ്സ് കൊടുക്കുക. സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് ടു എൻഹാൻസ് ദ ഫീറ്റൽ ലങ് മച്യൂരിറ്റി ആണ്. പിന്നെ 2 മെഡിക്കേഷൻസ് ആർ അവൈലബിൾ. ടോക്കോലൈറ്റിക്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം ഫാർമക്കോളജിയിൽ പഠിച്ചിരുന്നു. ദീസ് ആർ മെഡിക്കേഷൻസ് ഗിവൺ ടു അവോയ്ഡ് പ്രീ ടേം ലേബർ. ഈ മെഡിക്കേഷൻസിൻ്റെ പേര് മാഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ ടെർബ്യൂട്ടാലിൻ ആണ്. സോ ദിസ് ഈസ് അബൌട്ട് പെരിനേറ്റൽ മാനേജ്മെൻറ്റ്. Now let's see the management during delivery. So we should have a planned delivery, and the delivery should be conducted at a hospital with high risk neonatal center. So neonatal unit NICU ഉള്ള ഒരു ഹോസ്പിറ്റലിൽ വേണം ഡെലിവറി നടക്കാനായിട്ട്. ചെറിയ NICU ഒന്നും പോരാ, നിയോനേറ്റൽ ICU ഒന്നും പോരാ, ലെവൽ 3 NICU നിയോനേറ്റൽ ICU ഉള്ള ഒരു ഹോസ്പിറ്റലിൽ വേണം ഈ ഡെലിവറി നടക്കാനായിട്ട്. അതായത് ടെർഷ്യറി ലെവൽ ഹോസ്പിറ്റൽസിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു കേസിൻ്റെ ഡെലിവറി പ്ലാൻ ചെയ്യാവുള്ളൂ. സോ ദിസ് ഇൻഫൻസ് ദേ റിക്വയർ intensive resuscitation and continuous intensive care. Therefore, there should be proper identification of congenital diaphragmatic hernia in utero. A planned delivery should be conducted at a high risk perinatal center with level 3 neonatal unit, and if it is done, it increases the chances of survival. So ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ പ്ലാൻഡ് ഡെലിവറി ആയിരിക്കണം,
ഡെലിവറി നടത്തേണ്ടത് ഒരു ടെർഷ്യറി ഹോസ്പിറ്റലിലായിരിക്കണം വിത്ത് ലെവൽ 3 നിയോനേറ്റൽ ICU. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ജനിക്കുന്ന സമയത്ത് ഹൈ ഡിഗ്രി ഓഫ് നിയോനേറ്റൽ റെസിസിറ്റേഷൻ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇൻറ്റൻസീവ് കെയർ കൊടുക്കേണ്ടി വരും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഡെലിവറീസ് ഒരു ഹയർ സെൻറ്ററിലേക്ക് പ്ലാൻ ചെയ്യാൻ കാരണം. സോ മാനേജ്മെൻറ്റിലെ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പെരിനേറ്റൽ മാനേജ്മെൻറ്റ്, പ്ലാൻ ഡെലിവറി അറ്റ് എ ഹൈ റിസ്ക് സെൻറ്റർ. ഇനി അടുത്തതാണ് ഡെലിവറി റൂം മാനേജ്മെൻറ്റ്. ഡെലിവറിയുടെ ടൈമിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദ ചൈൽഡ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ഇൻറ്റുബേറ്റഡ് ആസ് ദ ലങ്സ് കനോട്ട് എക്സ്പാൻഡ് നോർമലി. സോ ഈ കുട്ടികളുടെ ലങ്സ് ഹൈപ്പോപ്ലാസ്റ്റിക് ആവുമെന്ന് പറഞ്ഞു. ഈ കേസിൽ നമ്മൾ കുട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടത് വരും. ഇൻറ്റുബേറ്റ് ചെയ്ത ശേഷം a positive pressure is to be provided and the inspiratory pressure should be kept less than 20 centimeter of water. സോ ഇവിടെ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻസ്പിറേറ്ററി പ്രഷർ അത് 20 സെൻറ്റിമീറ്റർ വാട്ടറിനേക്കാളും കുറവായിരിക്കണം. ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. എന്തുകൊണ്ടാണ് ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മൂക്കിലും വായിലും കൂടിയാണ് എയർ കൊടുക്കുക അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ എയർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിലേക്ക് എസ്കേപ്പ് ചെയ്യും. ഇവിടെ ഇൻഡസ്റ്റൈൻ ഇരിക്കുന്ന എവിടെയാണ്? നമ്മളുടെ ചെസ്റ്റ് ക്യാവിറ്റിയിലാണ്. അപ്പോൾ ഇൻഡസ്റ്റൈൻ എയർ കയറി വീർത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? വീണ്ടും ലങ്സിനുള്ള കംപ്രഷൻ ഒന്നുകൂടെ കൂടും അല്ലേ. അപ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കൂടും. ഇതുകൊണ്ടാണ് ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ is to be strictly avoided in a child with congenital diaphragmatic hernia. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗിവ് ദ റീസണിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Why is bag and mask ventilation to be avoided in a child with congenital diaphragmatic hernia? ഇതിൻ്റെ റീസൺ ആണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. It must be avoided because air may escape into the intestinal tract which may lead to dilatation of the stomach and the intestine, which could further decompress the pulmonary function and the respiratory distress of the child may increase. So കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. Some amount of air may escape into the gastrointestinal tract. It may lead to the dilatation of the stomach and the intestine, and this can further compromise the respiratory function and the child will have aggravated respiratory distress. So the mark ചെയ്തിടാനും എഴുതാനും മറക്കണ്ട. Why is bag and mask ventilation avoided in a child with congenital diaphragmatic hernia? The goal of initial stabilization is to maintain the respiratory stability as well as prevention of bowel distension. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുന്നതും ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ അവോയ്ഡ് ചെയ്യുന്നതും. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് ഓക്സിജനേഷൻ ഇസ് ടു ബി ഡൺ. അലോങ് വിത്ത് ദാറ്റ് യു വിൽ ഹാവ് ടു ചെക്ക് ദ ബ്ലഡ് പ്രഷർ ആസ് വെൽ ആസ് ദ പെർഫ്യൂഷൻ ഓൾസോ. Minimal stimulation of the baby is to be done and you have to reduce the handling of the baby. Invasive procedures are to be avoided maximum like suctioning. അപ്പോൾ കുട്ടീനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കുട്ടി സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിനെ കൂട്ടും. അതുകൊണ്ടാണ് മിനിമൽ സ്റ്റിമുലേഷൻ, minimal handling, minimal invasive procedures like suctioning is to be done in a baby with congenital diaphragmatic hernia. So നമ്മൾ 3 മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് പറഞ്ഞത്. പെരിനേറ്റൽ മാനേജ്മെൻറ്റ്, പ്ലാൻഡ് ഡെലിവറി അറ്റ് എ ടെർഷ്യറി ലെവൽ ഹോസ്പിറ്റൽ ആൻഡ് ഡെലിവറി റൂം മാനേജ്മെൻറ്റ്. ഡെലിവറി റൂം മാനേജ്മെൻറ്റിൽ ഇമ്മീഡിയറ്റ് ഇൻറ്റുബേഷൻ, പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ, peak inspiratory pressure below 20 centimeter of H2O, bag and mask ventilation is to be avoided, continuous monitoring of oxygenation, blood pressure and perfusion, minimal stimulation of the baby, minimal handling of the baby and minimal invasive procedures.